ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് പുതിയ യൂണിറ്റ് ആണ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് പാർട്ട് 1, അതായത് സാധ്യതകളുടെ ഗണിതം. അപ്പൊ ഇതിൽ 3 സാധ്യതകളാണ് ഉള്ളത്. അപ്പം ഒരു ബോക്സിൽ നിന്ന് സ്ലിപ്പ് എടുക്കുന്നതും അല്ലെങ്കിൽ ഏത് ഐറ്റം ആവട്ടെ, പിന്നെ 2 ബോക്സിൽ നിന്ന് എടുക്കുന്നതും പിന്നെ ചിത്രം തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ 3 തരമാണ് ഉള്ളത്. ആദ്യത്തെ ചോദ്യം, ബാഗ് contains some red and green balls. If we take a ball from it without looking, the probability of getting a red ball is 1/4. What is the total number of balls if there are 8 balls? What is the probability that the ball taken is green? Find the sum of both the probabilities. From a box containing some red and some blue balls, the probability of getting a red ball is A/B. What is the probability of getting a blue ball? അപ്പം ഇത് മലയാളത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു സഞ്ചിയിൽ കുറെ ചുമന്ന പന്തുകളും ഗ്രീൻ പന്ത്, അതായത് പച്ച പന്തുകളും ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിൽ നിന്ന് നോക്കാതെ, നമ്മൾ ഈ സഞ്ചിയിൽ നിന്ന് നോക്കാതെ ഒരു ബോൾ എടുക്കാനുള്ള സാധ്യത 4/1 അല്ലേ? 8 ചുവന്ന പന്തുകൾ ഉണ്ടെങ്കിൽ ആകെ പന്തുകളുടെ എണ്ണം എത്ര? എടുക്കുന്ന ഒരു പന്ത് പച്ചയാകാനുള്ള സാധ്യത എത്രയാണ്? ഈ 2 സാധ്യതകളുടെയും തുക കണ്ടുപിടിക്കുക. കുറെ ചുവപ്പ് പന്തുകളിലും കുറെ നീലപ്പന്തുകളും ഒരു പെട്ടിയിൽ നിന്ന് ഒരു ചുവന്ന പന്തിന്റെ എടുക്കാനുള്ള സാധ്യത A/B ആണെങ്കിൽ നീലപ്പന്ത് എടുക്കാനുള്ള സാധ്യത എത്ര? അപ്പൊ ഇതാണ് ചോദ്യം. നമുക്ക് ഓരോന്നിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഒരു പെട്ടിയിൽ ചുവപ്പും പെട്ടിയില് ചുവപ്പുണ്ട് പച്ചയുണ്ട് അല്ലെ? ചുവന്ന ബോളും പച്ച ബോളും. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി, ചുവപ്പ് എടുക്കാനുള്ള സാധ്യതകൾ, പ്രോബബിലിറ്റി ഓഫ് റെഡ് ഇത്ര വന്നിരിക്കുന്നത് 1/4. അതായത് ടോട്ടൽ 4 ഔട്ട് ഓഫ് ദാറ്റ് 1. ഇത് റെഡ്യൂസ് ചെയ്ത ഫോം ആണ് കേട്ടോ, 1/4 എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇഫ് ദർ ആർ 8 ബോൾസ്? അപ്പൊ ഇവിടെ ടോട്ടൽ ഔട്ട്കം, ദിസ് ഈസ് പോസിബിൾ ഔട്ട്കം. ഇത് ടോട്ടൽ നമ്പർ ആണ് താഴെ തന്നിരിക്കുന്നത്. മുകളിൽ തന്നിരിക്കുന്നത് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റെഡോ ബ്ലൂവോ അതിന്റെ എണ്ണമാണ്. അപ്പം ടോട്ടൽ 4 ആണെങ്കിൽ അതിൽ ഒരു പന്ത് റെഡാണ്. അപ്പം ടോട്ടൽ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 8 ബോൾസ് ഉണ്ടെങ്കിൽ 8 റെഡ്, there are 8 റെഡ് ആണ്, റെഡ് ബോൾസ്. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ്? അപ്പം ചോദ്യം കുറച്ച് മായ്ച്ചിട്ട് മുകളിലോട്ട് എഴുതി, അവിടെ എഴുതി കഴിഞ്ഞാൽ പലർക്കും കാണത്തില്ല. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് റെഡ് തന്നിട്ടുണ്ട് 1/4. വാട്ട് ഇസ് ദ ഇഫ് there are 8 ബോൾസ്, 8 റെഡ് ആണെങ്കിൽ വാട്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്? അപ്പൊ ഈ 4 ബോൾസ് ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം ചുവപ്പും 3 എണ്ണം പച്ചയുമാണ്. ഇപ്പൊ 8 റെഡ് ബോൾ ഉണ്ടെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 8/32. ഇതിനെയാണ് റെഡ്യൂസ് ചെയ്യുമ്പോൾ 1/4 എന്ന് കിട്ടുന്നത്. അപ്പം ഇവിടെ ടോട്ടൽ 32 ബോൾസ് ആണ്. വാട്ട് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോബബിലിറ്റി ദാറ്റ് ദ ബോൾ ഈസ് ടു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ? ആദ്യത്തെ ആൻസർ 32, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. ഇതില് എത്ര ഗ്രീൻ ഉണ്ടായിരുന്നു? 24, 8, 32 അല്ലേ? രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ എന്താണ്? വാട്ട്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോൾ ടേക്കൺ ഈസ് ഗ്രീൻ? പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്, നമ്പർ അല്ല. അപ്പം പ്രോബബിലിറ്റി എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഗ്രീൻ ബൈ ടോട്ടൽ, നമ്പർ ഓഫ് ഗ്രീൻ ബൈ ടോട്ടൽ. ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3/4 എന്ന് കിട്ടും. അല്ലെങ്കിൽ വേറെ രീതിയുണ്ട്, 1 - 1/4. ദാറ്റ് ഓൾസോ ഗീവ്സ് 3/4. ഇനി സി, വാട്ട്സ് ദ സം ഓഫ്? ഫൈൻഡ് ദ സം ഓഫ് ബോത്ത് ദ പ്രോബബിലിറ്റി. നമുക്കറിയാം പ്രോബബിലിറ്റി എത്രയാണ്? മാക്സിമം പ്രോബബിലിറ്റി ഈസ് 1. പ്രോബബിലിറ്റി 1 ആണ്. ഇത് നമുക്ക് എങ്ങനെ കിട്ടും? 1/4 + 3/4 റെഡും ഗ്രീനും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 1 കിട്ടും. ഓക്കെ. ഇനി ഡിയിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രോബബിലിറ്റി
പ്രോബിലിറ്റി ഓഫ് റെഡ് A/B ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ബ്ലൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ടോട്ടൽ നമ്പറാ അല്ലേ, ബി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ബി. അതില് പ്രോബിലിറ്റി ഓഫ് ബ്ലൂ എന്താണ് കൺഫ്യൂഷൻ ആക്കുന്ന രീതിയാണ് കേട്ടോ. ടോട്ടൽ നമ്പർ ബി ആണ്. അപ്പൊ ഇവിടെ റെഡും ബ്ലൂ ആണ് ഉള്ളത്. അപ്പോഴ് ബിയിൽ നിന്ന് എ കുറച്ചാൽ ബ്ലൂ കിട്ടത്തില്ലേ? ടോട്ടൽ ബി, ബി മൈനസ് എ ബൈ എ. എപ്പോഴും ടോട്ടൽ നമ്പർ താഴെ എഴുതണം. മുകളിൽ നമുക്ക് എന്താണോ നമ്മളോട് ആവശ്യപ്പെട്ടതാണ് അത് കണ്ടുപിടിച്ച് എഴുതേണ്ടത്. ഓക്കെ, ഈ ചോദ്യം കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, എ ബോക്സ് കണ്ടെയ്ൻസ് 6 റെഡ് ബീഡ്സ് ആൻഡ് 5 വൈറ്റ് ബീഡ്സ്. അനദർ ബോക്സ്, ഇവിടെ ഇപ്പൊ ജോഡിയായിട്ടാണ് പറയുന്നത്. നേരത്തെ ചോദ്യത്തില് ഒറ്റൊരു ബാഗേ ഉള്ളായിരുന്നു. അതിലാണ് 2 കളറുള്ള ബോൾ ഇട്ടിരുന്നത്. ഇപ്പൊ രണ്ടാമതൊരു പെട്ടിയുണ്ട്. അനദർ ബോക്സ് കണ്ടെയ്ൻസ് 8 റെഡ് ബീഡ്സ് ആൻഡ് 4 വൈറ്റ് ബീഡ്സ്. ഈ 1 ബീഡ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച് ബോക്സ്. ഓരോ ബോക്സിൽ നിന്നും ഓരോന്ന് വീതം എടുക്കുകയാണ്. അപ്പൊ 2 എടുക്കുന്നുണ്ട്. ആദ്യത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്നത്, രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ ജോഡിയാണ് അല്ലേ? ഫ്രം ഈച്ച്. ദെൻ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് പോസിബിൾ പെയർസ്? എന്താണ്? ജോഡികളുടെ എണ്ണമാണ്. എത്ര ജോഡികൾ വരാനാണ് സാധ്യത? വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീഡ്സ് ബീങ് റെഡ്? രണ്ട് ബോക്സിൽ നിന്ന് എടുക്കുന്നത് ചുവപ്പാകാനുള്ള സാധ്യത. 2 ബോക്സിൽ നിന്ന് അടുത്ത മൂന്നാമത്തെ, വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ബീഡ്സ് ആർ വൈറ്റ്? 2 ബോക്സിൽ നിന്ന് എടുക്കുന്നത് വെള്ളയാകാനുള്ള സാധ്യത. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 റെഡ് ബീഡ്? ഒരു റെഡ് ബീഡ് എങ്കിലും. അതിന്റെ അർത്ഥം 2 റെഡ് ബീഡ് ആയാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ ചോദ്യം മലയാളത്തില് ഒരു പെട്ടിയിൽ എന്താണ് 6 ചുവന്ന മുത്തുകളും 5 വെളുത്ത മുത്തുകളും ഉണ്ട്. മറ്റൊരു പെട്ടിയിൽ 8 ചുവന്ന മുത്തുകളും 4 വെളുത്ത മുത്തുകളും ഉണ്ട്. ഓരോ പെട്ടിയിൽ നിന്ന് ഓരോ മുത്തെടുത്താൽ സാധ്യമായ ജോഡികളുടെ എണ്ണം എത്ര? 2 ചുവന്ന മുത്തുകളാകാനുള്ള സാധ്യത എന്ത്? 2 വെളുത്തതാകാനുള്ള സാധ്യത എന്ത്? ഒന്നെങ്കിലും ചുവപ്പാകാനുള്ള സാധ്യത എന്ത്? അപ്പൊ ഇവിടെ എന്താണ് പടത്തിലൂടെ ഞാൻ ഇത് അവതരിപ്പിക്കാം. ഓക്കെ, നോക്കിക്കേ. നമുക്ക് 2 ബോക്സാണുള്ളത് അല്ലേ? ഒരു ബോക്സില് ഇവിടെ പടം വരയ്ക്കാം. 2 ബോക്സാണുള്ളത്. എന്താണ്? 2ലും എന്തുണ്ട്? റെഡും ഉണ്ട്, വൈറ്റും ഉണ്ട് അല്ലേ? അപ്പം ഇത് ഫസ്റ്റ് ബോക്സില് 6 റെഡ്, എത്ര? 5 വൈറ്റ്. സെക്കൻഡ് ബോക്സില് 8 റെഡ്, 4 വൈറ്റ്. അപ്പൊ എത്രയായി? 6ഉം 5ഉം 11 ടോട്ടലായി. ഇവിടെ 8ഉം 4ഉം 12 ടോട്ടൽ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് ആണ്. ഇവിടെ അഡീഷൻ അല്ല, മൾട്ടിപ്ലിക്കേഷൻ. ഒന്നാമത്തെ ആൻസർ 11 × 12 = 132 എന്ന് കിട്ടും. മനസ്സിലായോ? രണ്ടാമത് അപ്പം ജോഡികളുടെ എണ്ണം, സാധ്യമായ ജോഡികളുടെ എണ്ണം. അപ്പം ഇതിന്ന് എന്താണ് എത്ര സാധ്യതകളുണ്ട്? 2ഉം റെഡ് ആവാനുള്ള സാധ്യതയുണ്ട്, 2ഉം വൈറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ 2 ബോക്സിൽ നിന്ന് എടുക്കുമല്ലേ? 2ഉം വൈറ്റ് ആവാനുള്ള സാധ്യത. ആദ്യത്തേന്ന് റെഡും രണ്ടാമത്തേന്ന് വൈറ്റും, ആദ്യത്തേന്ന് വൈറ്റും രണ്ടാമത്തേന്ന് റെഡും. ഇത്രയും 4 തരം എന്താണ് സാധ്യതകളാണ് ഉള്ളത്. ഈ 4 തരം സാധ്യതകളും കൂടെ കൂട്ടുമ്പോഴാണ്, അതിന്റെ ജോഡികൾ കൂട്ടുമ്പോഴാണ് 132 കിട്ടുന്നത്. അപ്പൊ ആദ്യത്തെ ആൻസർ ആയി ബോത്ത് ബീഡ്സ് ബീങ് റെഡ്. ഇവിടെ നോക്കിക്കേ, റെഡ് ഉള്ളത് 2ഉം കൂടെ ഗുണിക്കുക. എത്ര? 6 × 8 48/132. ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി മൂന്നാമത്തെ ചോദ്യം ഇതുപോലെ തന്നെ. 2ഉം വെള്ളയാവാനുള്ള സാധ്യത 5 × 4 I4 20/132. ഇത് നമുക്ക് ചെറുതാക്കാൻ വേണമെങ്കിൽ ചെറുതാക്കിയില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇനി നാലാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഡി പാർട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ഒരെണ്ണമെങ്കിലും എന്താണ് ചുവപ്പ്. അപ്പം 2ഉം ചുവപ്പാകാം. എന്താണ്? ഇതിൽ 1 റെഡ് ഉണ്ട്, ഇതിൽ 2 റെഡ് ഉണ്ട്. ഒരെണ്ണമെങ്കിലും എന്ന് പറയുമ്പോൾ 2എണ്ണം ആയാലും കുഴപ്പമില്ല. ഇതിൽ റെഡ് ഉണ്ട്. ഇത് മാത്രമേ ഉള്ളൂ റെഡ് അല്ലാത്തത് അല്ലേ? 2ലും റെഡ് അല്ലാത്ത. അതങ്ങ് മൊത്തത്തിൽ നിന്ന് കുറച്ചാൽ പോരെ? അപ്പൊ നമ്മുടെ ഡിയുടെ ആൻസർ എന്തായിരിക്കും?
വൈറ്റ് എത്ര? I4 20. അപ്പം 20 കുറച്ചാൽ പോരെ? 132 മൈനസ് 20 ബൈ ടോട്ടൽ 132. അപ്പം എത്ര കിട്ടും? 132 20 പോയാൽ എത്ര? എത്ര കിട്ടും? 12 കിട്ടും അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എത്ര കിട്ടും? 112 ബൈ 132. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് റെഡ്യൂസ് ചെയ്ത് എഴുതുക. മൂന്നാമത്തെ ചോദ്യം, ഇൻ എ സ്കൂൾ the total number of boys in 10A division is equal to the total number of students in 10B. One student is to be selected from each division. Number of boys in 10A is 20. The probability of selecting a boy from 10A is 2/5 and that of 10B is 3/5. How many students are there in 10A? What is the probability of selecting a girl from 10A? How many boys are there in 10B? What is the probability of both the selected students being boys? അപ്പം ഈ ചോദ്യം മലയാളത്തിലാവുകയാണെങ്കിൽ എങ്ങനെയാ? ഈ ചോദ്യം മലയാളത്തിലാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും പറയാം? അതായത് ഒരു സ്കൂളിൽ 10A ഡിവിഷനിലെ കുട്ടികളുടെ എണ്ണവും 10Bയിലെ കുട്ടികളുടെ എണ്ണവും തുല്യമാണ്. വൺ സ്റ്റുഡൻറ്റ് ഓരോ 2 ക്ലാസ്സിന് ഓരോ കുട്ടികളെ സെലക്ട് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ 10Aയിലെ ആൺകുട്ടികളുടെ എണ്ണം 20 എന്താണ് 10Aയിലെ ആൺകുട്ടികളുടെ പ്രോബബിലിറ്റി സാധ്യത 2/5 10B 3/5 എന്താണ് 10Aയിലെ കുട്ടികളുടെ എണ്ണം എത്ര? 10Aയിലെ പെൺകുട്ടികളുടെ സാധ്യത. പിന്നെ മൂന്നാമത്തത് 10Bയിലെ ആൺകുട്ടികളുടെ എണ്ണം. അടുത്തത് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് സെലക്ടഡ് സ്റ്റുഡൻസ് ബി? രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വലുതാണ്, പക്ഷേ എന്നിരുന്നാലും ആൻസർ വളരെ ചെറുതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ ഞാൻ വിശാലമായിട്ടിത് എഴുതി കാണിച്ചു തരാം. ഓക്കെ, ചോദ്യം വായിച്ചു. ഇവിടെ 2 ക്ലാസ് ആണ്, 10Aയും 10Bയും. 10A 10B. 2 ക്ലാസ്സിലും ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. പിന്നെ ചോദ്യത്തിൽ പറയുന്നത് എന്താണ്? 10Aയില് ആൺകുട്ടികളുടെ എണ്ണം എത്ര? 20 തന്നിട്ടുണ്ടല്ലേ? 10Aയിലെ ആൺകുട്ടികളുടെ എണ്ണം 20. പിന്നെ അടുത്ത എന്താണ് പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10A ഈസ് probability of selecting boy equals 2/5. അപ്പം ഇവിടെ എന്താണ്? ഇവിടെ ബോയ്സിന്റെ എണ്ണം 20 ആണ്. ഈ 2ന് നമുക്ക് 20 ആക്കണം അല്ലേ? അപ്പം എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 10 10 10 2. അപ്പം എത്ര വരും? 20/50. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് എന്താണ് പ്രോബബിലിറ്റി ഓഫ് ബോയ്സ് എത്ര? 20/50. അതായത് കുട്ടികളുടെ ആകെ എണ്ണം 50. അപ്പോൾ 50 കുട്ടികളുണ്ട് അല്ലേ? അപ്പം 20 ആൺകുട്ടികളാണെങ്കിൽ എത്രയായിരിക്കും പെൺകുട്ടികളുടെ എണ്ണം? 30. 50 കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയും 50 കുട്ടികളാണ് പറയുന്നുണ്ട്. എയിലെയും ബിയുടെയും കുട്ടികളുടെ എണ്ണം തുല്യമാണ്. ഇവിടെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസ് 10Bയിലെ പ്രോബബിലിറ്റി എത്ര? ആൺകുട്ടികളുടെ സാധ്യത 3/5. ഇത് 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര വരും? 30 ബോയ്സും 20 ഗേൾസും. ഇപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ആൻസറൊക്കെ ആയി. ഇനി നമുക്ക് ഓരോന്ന് കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10A? ഒന്നാമത്തെ ആൻസർ എഴുതാം. 10Aയിലെ കുട്ടികളുടെ എണ്ണം എത്ര? 50. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് രണ്ടാമത്തത് വാട്ട്സ് ദ പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗേൾ ഫ്രം 10A? പ്രോബബിലിറ്റി ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ വേണം. ടോട്ടൽ എത്ര? 50 അല്ലേ? ഗേൾ എത്ര?
30. അപ്പം റെഡ്യൂസ് ചെയ്യുമ്പോൾ 3/5 എന്ന ആൻസർ കിട്ടും. ഇനി മൂന്നാമത്തെ ചോദ്യം, ഹൗ മെനി ബോയ്സ് ആർ ഇൻ 10B? 10Bയിലെ ബോയ്സിന്റെ എണ്ണം സി എത്ര? 30. എണ്ണമേ ചോദിച്ചുള്ളൂ. പ്രോബിലിറ്റി ആകുമ്പോൾ ആണ് നമ്മൾ താഴെ എന്താണ് ബൈ എഴുതേണ്ടത്. ബൈ ടോട്ടൽ എത്രയാണെന്ന്, എത്ര പേഴ്സ് ഉണ്ടെന്നുള്ളത് എഴുതേണ്ടത്. ഇനി ഡി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട്സ് എ പ്രോബിലിറ്റി ബോത്ത് ദ സെലക്ടഡ് സ്റ്റുഡൻസ് ബി ബോയ്സ്? രണ്ടും ആൺകുട്ടികളാകാനുള്ള സാധ്യത എത്രയാ? എന്താണ് ടോട്ടൽ എത്ര? 50 × 50 2500. അതിൽ ബോയ്സ് എത്ര? 20 × 30. അപ്പോൾ എത്ര വരും? 600/2500 റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6/25 എന്ന് കിട്ടും. അപ്പോൾ എല്ലാത്തിനും ആൻസർ ആയില്ലേ? ഓക്കെ, വളരെ എളുപ്പമാണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ.